തലസ്ഥാന നഗരിയിലെ BJPയിൽ ആത്മഹത്യകളുടെ ഒരു പരമ്പര തന്നെ നടക്കുകയാണ്. പ്രാദേശികമായി അംഗീകാരമുള്ള വർഷങ്ങളായി RSSന്റെയും BJPയുടെയും ഭാഗമായി നിൽക്കുന്ന മനുഷ്യർ അവസാനം സ്വയം ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ ഫോൺ സംഭാഷണത്തിൽ നമ്മൾക്ക് വ്യക്തമാകുന്നത് അദ്ദേഹം എത്രമാത്രം RSSനും BJPക്കും സ്വന്തം സമയം, ശരീരം, പണം ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഏത് കൊമ്പനായാലും ഞാൻ ഏറ്റുമുട്ടും എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ പെട്ടെന്നങ്ങ് ആത്മഹത്യ ചെയ്യുക, എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്? ഇതൊരു വലിയ മാഫിയ സംഘമായി മാറിയിരിക്കുന്നു തലസ്ഥാനത്തെ BJP എന്നുള്ളതാണ്. അത് പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ സമ്മർദ്ദം അല്ലെങ്കിൽ ഭീഷണിയൊക്കെ ചിലപ്പോൾ താങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഏത് രീതിയിലും പണം സമ്പാദിക്കുന്നതിന് ഒരു ഉപാധിയായി രാഷ്ട്രീയ പ്രവർത്തനം, BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നു എന്നുള്ളതാണോ നൃപൻ? ഷമ്മി, തുടർച്ചയായ ആത്മഹത്യകൾ. ഒന്ന്, തിരുമല അനിലിൻ്റെ ആത്മഹത്യ നടന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. തിരുമല അനിൽ എന്ന് പറയുന്നത് തലസ്ഥാനത്തെ BJPയുടെ മുഖമാണ്. തുടർച്ചയായി കൗൺസിലറായി തലസ്ഥാന നഗരസഭയിൽ വിജയിച്ചു വന്നയാൾ, തിരുമല പോലെയുള്ള BJPയുടെ നിലവിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള തിരുമലയിലെ കൗൺസിലറായിരുന്നു. ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നേമത്തും വലിയ തരത്തിൽ സ്വാധീനമുള്ള RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡറായിരുന്നു തിരുമല അനിൽ. അദ്ദേഹത്തിന് ജീവനൊടുക്കാനുണ്ടായ സംഭവം ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതയിൽ BJPയുടെ സഹകരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, BJP നേതാക്കൾ എടുത്ത ബാധ്യത തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ല എന്ന തരത്തിലുള്ള പ്രതിസന്ധിയാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ച ശേഷം മരണത്തിലേക്ക് പോയത്. സമാനമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ആനന്ദിൻ്റെ കാര്യത്തിലുമുണ്ട്. ആനന്ദും വഞ്ചിനാട് ബാങ്കിൽ നിന്ന് 22 ലക്ഷം രൂപയുടെ വായ്പ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം ആ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥ അദ്ദേഹം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്. ഒപ്പം തന്നെ BJP നേതാക്കൾക്ക് പലർക്കും സാമ്പത്തികമായി സഹായം നൽകി അതിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അദ്ദേഹം പോയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തോട് നേതൃത്വവും പ്രാദേശിക ഘടകവും പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മാത്രമല്ല, അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടും മാധ്യമപ്രവർത്തകരോടടക്കം താനാണ് തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥി എന്ന കാര്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരോടെല്ലാം വോട്ട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലടക്കം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തൃക്കണ്ണാപുരത്തേക്ക് ആനന്ദിന് സ്വാഗതം എന്ന തരത്തിലുള്ള പോസ്റ്ററടക്കം പ്രദർശിപ്പിച്ചിരുന്നു. അതെല്ലാം ഇപ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജനങ്ങളത് കാണുന്നുണ്ട്. ഇത്തരത്തിൽ മത്സര രംഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നൊരു സ്ഥാനാർത്ഥിയെ അവിടുത്തെ മണ്ണ് മാഫിയയ്ക്ക് വേണ്ടി അവസാന ഘട്ടത്തിൽ ഒഴിവാക്കിയെന്നതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണം. അദ്ദേഹം അവസാന റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായി. RSSൻ്റെ ജില്ലാ ഭാരവാഹികളോട് അദ്ദേഹം ഇക്കാര്യത്തിൽ തൻ്റെ അതൃപ്തി അറിയിക്കുകയും തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നും പൂർണ്ണമായി അദ്ദേഹത്തെ കൈവിട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശിവസേന നേതാക്കൾ അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം ശിവസേനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തത്. ഇതിന് ശേഷമാണ് RSSൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ വന്നു എന്നതാണ്. ആ സമ്മർദ്ദം ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറി. അതിന് മുൻപുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് വീണ്ടും വലിയ തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദവും ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെടുകയും പാർട്ടി അദ്ദേഹത്തിൽ നിന്ന് പരിഗണിക്കേണ്ട മേഖലയിൽ അദ്ദേഹത്തെ പരിഗണിക്കാതെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുകയും അവസാനം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രത്യേക മാഫിയയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്തതിൻ്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായ മനോവിഷവും ഒക്കെയാണ് അദ്ദേഹത്തിന് മരണത്തിലേക്ക് പോകേണ്ടി വന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ തിരുമല അനിലാകട്ടെ, ഇപ്പോൾ ആനന്ദാകട്ടെ, ഇപ്പോൾ ശാലിനി എന്ന നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ആത്മഹത്യാ ശ്രമം നടത്തിയ BJP പ്രവർത്തകയാകട്ടെ, ഇവരെല്ലാം പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്ന നേതാക്കളാണ്. ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സ്വാഭാവികമായും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡുകളിലും എല്ലാ പാർട്ടികളിലും ഉണ്ടാകും. പക്ഷേ സമവായത്തിലൂടെ ഒരാൾക്ക് മാത്രമേ മത്സരിക്കാനാകൂ. പക്ഷേ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നവരെ അവഗണിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കും BJP പോകുന്നതാണ് തലസ്ഥാന ജില്ലയിൽ BJP നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് BJPയുടെ സംസ്ഥാനത്തെ പുതിയ ലീഡർഷിപ്പ് വന്ന ശേഷം ഒരു വിഭാഗം നേതാക്കൾ മാത്രം, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെയും ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള ജനകീയ ബന്ധമുള്ള നേതാക്കളെ പൂർണ്ണമായി ഒഴിവാക്കുകയും അവരുടെ വ്യക്തിപരമായ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു സംസ്ഥാന ലീഡർഷിപ്പ് ഇല്ലാതെ വരികയും ചെയ്യുന്നു. അത് തിരുമലാലിൻ്റെ കാര്യത്തിൽ നാം കണ്ടതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ ആനന്ദിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്.
ആരംഭിക്കുന്നത്. ആനന്ദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് തൻ്റെ ശവശരീരം പോലും മൃതദേഹം പോലും BJPയോ RSSൻ്റെയോ നേതാക്കന്മാർ കാണാൻ അനുവദിക്കരുത് എന്ന ഭാഗമാണ്. ബന്ധുക്കൾ വലിയ രോഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ എടപ്പഴിഞ്ഞിയിലെ SK ആശുപത്രിയിലാണ്. ആശുപത്രിക്ക് മുന്നിൽ നിന്നാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. പോലീസ് ഇവിടെ എത്തിച്ചേർന്നു.